ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര തിരക്കിലൊക്കെയാണ്, വർക്കിനൊക്കെ കയറുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും നേരം ഉണ്ടായിട്ടില്ല. അപ്പോൾ മിന്നാണ് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനും ആനിവേഴ്സറി സെലിബ്രേഷനും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ആരുതല്ല, എൻ്റെ എൽഡർ ബ്രദറിൻ്റെ ആയിരുന്നു. നിയാസ് കാക്ക എന്നാട്ടോ, ആളെ പേര് നിയാസ് എന്നാണ്. അപ്പോൾ ഞാൻ നിയാസ് കാക്കാൻ്റെ ഒന്ന് പറയാൻ ഇനി. അപ്പോൾ ഇനി ബ്രദർ എന്ന് പറഞ്ഞിട്ട് വരണ്ടല്ലോ, കൺഫ്യൂഷൻ വേണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ നിയാസ് കാക്കാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഓനോട് ലീവാക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഉപ്പാക്കും ഉമ്മാക്കും ആനിവേഴ്സറിക്ക് സർപ്രൈസ് കൊടുക്കാം, എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചപ്പോൾ വേണ്ട കുഴപ്പമൊന്നും ഇല്ല എന്നല്ലേ. പക്ഷെ ഓൻ്റെ വൈഫ് എന്താ ഓൾ ആദ്യം തന്നെ മുന്നേ അലാമാളിലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കാനുണ്ട്. പക്ഷെ കാക്കാനോട് ഞങ്ങൾ പറഞ്ഞെന്താ, ഇമ്മാൻ്റെ ആനിവേഴ്സറിക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കാം, പക്ഷേ ഇപ്പാനൊക്കെ കൂട്ടിയിട്ട് വരണം. അതിന്റെ പിറ്റേ ദിവസം തന്നെ, അതായത് ജൂലൈ 19 ഇവന്റെ ജനനം, ജൂലൈ 20 ഇമ്മാൻ്റെ ആനിവേഴ്സറി. ഒരു ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് ഇവൻ ജനിച്ചത് ഭൂമിക്ക്. എന്തായാലും വേണ്ടില്ല. അപ്പൊ ഞാൻ ആ ബർത്ത്ഡേന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കേറി എൻട്രൻസിന്റെ അവിടെ എത്തിയപ്പോൾ തന്നെ വേദാളത്തിനെയും വിക്രമാദിത്യനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ രണ്ടും ഞാൻ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. പിന്നെ എന്റെ ബെസ്റ്റ് ബഡി ഉസ്താനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവിടുന്ന് കണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ അവളെ പിടിച്ച് വിളിച്ച് ഞങ്ങളെ കൂടെ കൊണ്ടുപോയി കേക്കൊക്കെ കഴിച്ചിട്ട് ഈ പോയാൽ മതി എന്ന് പറഞ്ഞ് അവള് കുഞ്ഞാറ്റക്ക് സാധനം വാങ്ങാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ ചെന്നപ്പോൾ എന്റെ പെരക്കാരൊക്കെ അവിടെ സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി മൊത്തം ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ച്. പുസ്തകം ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഞാൻ പിടിച്ച് വലിച്ച്. പിന്നെ ഞങ്ങൾ കേക്ക് കഫേ കയറി. കഫേയിലാണ് അഫ്സു, അതായത് എന്റെ ആങ്ങളുടെ വൈഫ്, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിട്ട്. നിയാസ്കാക്ക് വിചാരിച്ചിരിക്കണം ഉപ്പാന്റെയും ഉമ്മാന്റെയും പരിപാടിക്ക് വേണ്ടി വന്നതാണ്. കാക്കാക്കുള്ള സർപ്രൈസ് ആണ്. ഉപ്പാന്റെ ഉമ്മാന്റെ ഉപ്പയും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല കേട്ടോ. അവർക്ക് നാളെയല്ലേ, സാധാരണ ഞങ്ങൾ ആ ദിവസത്തിന്റെ അന്ന് തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. 2 ദിവസം വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാറാണ്. പക്ഷെ കുഞ്ഞ് സർപ്രൈസ് കൊടുത്തിട്ട് പോലെ പറ്റിക്കണല്ലോ, 30-മത്തല്ലേ, ചില്ലറ വർഷങ്ങളൊന്നും അല്ലല്ലോ. കണ്ണ് ചോദിച്ചു ആ പൊട്ടിക്കണ സാധനം എന്റെ കയ്യിലായിരുന്നു, എന്റെ ചെറിയ ബ്രദർ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. പിന്നെ പല വീഡിയോയിലും ഓരോരുത്തർ പറ്റിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ട് ഞാൻ നല്ല ധൈര്യത്തിൽ അത് പൊട്ടിച്ച് ലെവലാക്കണം എന്നുള്ളതിൽ നല്ല പിടിച്ചാണ്ട് തിരിച്ച്. കാക്കാന്റെ കണ്ണിക്കാണ് ആക്ച്വലി അതായത്. പാവം കാക്ക നല്ല പെയിൻ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അതിന്റെ എന്തോ ആ സാധനം കണ്ണിനുള്ളിലായിട്ട് അവരെല്ലാരും കൂടി അവന്റെ കണ്ണ് കുത്തി പറിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്ത് കാക്ക ആകെ സർപ്രൈസ് ആയിട്ട് അവനാകെ ഞെട്ടിപ്പോയി. പനി പരിപാടി ഇല്ലേന്ന് വിചാരിച്ചിട്ടായിരുന്നു ഒന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അവൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അഫ്സു കുറെ ദിവസമായിട്ട് ഇത് വിളിച്ച് ഇങ്ങനെ ഫോണിൽ പറയുന്നത്, അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും. അവൾക്ക് ഫുൾ പ്ലാനിങ് ആയിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഓള് വന്നതിന്റെ ശേഷം ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു. ഓളെ ബർത്ത്ഡേക്കും നമ്മൾ ഇതേമാതിരി ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇതും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓളെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബുസ്താനാണെങ്കിലോ കുഞ്ഞാറ്റിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ചാടി കളിക്കുന്നു. ഇഫും കുഞ്ഞാറ്റി അവിടെ കളിക്കാനുള്ള സ്ഥലത്ത് ഞങ്ങൾ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഫോട്ടോക്ക് പോസ് ചെയ്യുക, വീഡിയോ എടുക്കുക, അതൊക്കെ ആയിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് അതിൽക്കൊന്നും പോയി നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ലാസ്റ്റ് നിന്ന് അപ്പോൾ ഒരാൾ എടുത്തരാന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുമല്ലോ സ്വാഭാവികമായിട്ട്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഓന്റെ കണ്ണാടിയും ഓന്റെ മറ്റേ ബാഡ്ജൊക്കെ ആക്കാന്റെ ബർത്ത്ഡേ ഇങ്ങനൊന്നും ചെയ്യാറില്ലാത്തതുകൊണ്ട് ഓനക്ക് നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ അതിനെക്കാട്ടും സന്തോഷമാണ്. പിന്നെ പനിമാന്റെ ആനിവേഴ്സറി 30 വർഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനിങ് കൂടി ഒരു ഒറ്റ ദിവസം കൊണ്ട് 2 കേൾക്കാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അഫ്സു ഭയങ്കര താങ്ക് യു പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരോടും സപ്പോർട്ട് ചെയ്തതിനും. മുബഷിറും നൗഫലുമാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത്. നൗഫല് കാക്കാന്റെ ഫ്രണ്ടാണ്, മുബഷിർ നമ്മളെ നെയ്ബറാണ്. കുടുംബം പോലെയാണ് ഞങ്ങൾ 2 ഫാമിലി കഴിയുന്നത്. ഇതാ അവന്റെ ഉപ്പയാണത്, അപ്പുറത്തിരിക്കണോ അവന്റെ ഉമ്മയും അവന്റെ വൈഫുമാണ്. അപ്പൊ നമുക്ക് അത്രയ്ക്കും ഒരു ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പാണിത്. പിന്നെ നിയാസൊക്കെ ഗിഫ്റ്റ് ഇട്ടത് ഇത് അഫ്സു വാങ്ങിക്കൊടുത്താട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ടീഷർട്ട് എനിക്ക് ഇടാൻ തരുമെന്നൊക്കെ ചോദിച്ചിട്ട് തരൂല അപ്പൊ തന്നെ പറഞ്ഞു. മുബഷിർ അന്ന് ഒരുക്കി കൊടുക്കണ്ടായിരുന്നു. പുതിയാപ്പിള ഒരുക്കാൻ പോലും എനിക്ക് ഇത്ര വലിയ സുസ്കാന്തി ഉണ്ടായിരുന്നില്ല.
പിന്നെ കേക്ക് കൊടുക്കൽ മത്സരമായിരുന്നു കഴിച്ചത്, എല്ലാവരും കേക്ക് കൊടുത്തു. അതിന്റെ ഇടയിൽ ഈ ഫുട്ടിയും കുഞ്ഞാറ്റൊക്കെ കളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് കേക്ക് കൊടുക്കലും ഇതാക്കലും ബുസ്താന കുഞ്ഞാറ്റിനെ വെയിറ്റ് ചെയ്യായിരുന്നു പുറത്ത്. അവർ കേക്ക് കഴിച്ച പാടന്നെ വേഗം പോകാനുള്ള പരിപാടിയിലായിരുന്നു. പുസ്തകം എന്തോ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, സാധനങ്ങൾ എന്തോ വാങ്ങാൻ വന്നും കൂടിയാണ്. പിന്നെ കാക്കാക്ക് എല്ലാവർക്കും ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്നുണ്ട്, എല്ലാവരും കേക്ക് ഇങ്ങനെ തീറ്റിച്ചിരുന്നു. ആദ്യം അഫ്സ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഉപ്പൊന്നും കൊടുത്തതിന് ശേഷം അഫ്സ് കൊടുക്കുക, ആദ്യം ഇപ്പം കൊടുത്തോട്ടെ എന്ന് നിന്ന്. പിന്നെ നൗഫലും വിക്രമാദിത്യനും വേതാളം ഇവർ ഒപ്പം നടക്കണമെന്നാണ് ഓരോ ആ പേര് വിളിക്കുന്നത് കേട്ടോ. എപ്പോഴും എന്നേരം ഒട്ടിപ്പിടിച്ചും കണ്ടാണ് ഫെബിക്കോളിന്റെ പോലെ. പിന്നെ ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്തു. കാരണം ഓന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിവെഞ്ച് എടുത്താണ്. പിന്നെ എനിക്ക് പാവം തോന്നി, ഇനിയിപ്പോ കണ്ണൊക്കെ മറ്റേ സാധനം ഞാൻ തന്നെ തെറിപ്പിച്ചു, ഇനി കേക്കിന്റെ ഒട്ടയിപ്പിക്കണ്ട വിചാരിച്ചാണ് ഞാൻ മുഖം തുറച്ചു കൊടുത്തു. പിന്നെ ഈ ഫുട്ടി വന്ന് കേക്ക് വാങ്ങിയിട്ട് ഓളാണ് തിന്ന്, ഓളാണ് ചെയ്തത്. ഓളെ വിചാരം ഓക്ക് തിന്നാൻ കൊടുക്കാന്നാണ്. അപ്പൊ തിരിച്ച് മാമനക്ക് അങ്ങോട്ട് കൊടുക്കുക പറഞ്ഞപ്പോഴാണ് ഓക്ക് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത്. ഉപ്പാന്റെയും കേക്ക് വാങ്ങണം, ഉപ്പാക്കും മക്കളുള്ള കേക്ക് വാങ്ങണം, അതിന്റെ പ്ലാനിങ് ആയിരുന്നു. അത് അവിടെ പോയിട്ട് അവളെ കാണാണ്ട് വേണം സെലക്ട് ചെയ്യാൻ. അവരെല്ലാവരും ഇതിനകത്ത് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പുറത്ത് പോയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടുന്ന് മുറിക്കണ്ട എന്നുള്ള പ്ലാൻ ആയിരുന്നു, അതാണ് മെയിൻ ചെയ്തത്. പിന്നെ മൂസിയും വന്നോ വർക്ക് കഴിഞ്ഞിട്ട് മുബഷറിന്റെ നേരെ അനിയനാണ് ഇതിൽ കേക്ക് ഇപ്പാക്കും ഉമ്മാക്കുള്ള കേക്ക് നമുക്ക് സെലക്ട് ചെയ്യട്ടാ. ഇതിൽ ഏത് കേക്കാ? ഒരു കേക്ക് ഓൾറെഡി നമ്മൾ കഴിച്ചില്ല. ഇതൊന്നും ഭംഗിയാണ്. അപ്പോൾ ഇതിന് ഇപ്പം അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആട്ടിയിരുന്നു, അല്ലെ കാണാണ്ട് വേണമല്ലോ കേക്ക്, ഇനി എന്തിനാ കേക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവർ കാണാണ്ട് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു, എല്ലാവരും ഇറങ്ങിക്കോളി മതി നിന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഇറങ്ങണ കാണാറ്റ് ഞാനവിടെ ഒന്ന് പോയൊക്കെപ്പോഴാണ് ഈ സംഭവം കണ്ടത്. മലയാളികളെ സ്വഭാവം എവിടെ ചെന്നാലും കാണിക്കണം എന്നിട്ട് ഇവരെല്ലാ സാധനങ്ങളും അവിടെ നിന്ന് പെറുക്കിയെടുക്കണ്. ഞാൻ പറഞ്ഞു ഇത് ചെയ്യല്ലേ മോശമല്ലേ എന്ന്. അപ്പോൾ പറഞ്ഞു നമ്മളെ പൈസ ഇടണം, നമ്മൾ എടുക്കണം, ഇത് ഇനി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് അത് പറിച്ചെടുക്കുകയാണ്. ഇനി എടുക്കുമെന്ന് ഇറങ്ങാണ്ട് ബലൂൺ അടക്കം പറിക്കാൻ പോയത് ഞാൻ പിടിച്ച് വലിച്ചു കൊടുന്ന് മതി ബലൂൺ പറിച്ചത് തന്നെ. ഇത് എടുക്കാൻ പറ്റുമെന്ന് അഫ്സ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതവിടെ വെക്കാതെ പോലെ സാധനമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ മറ്റേ പൊട്ടിക്കണ സാധനം ഞങ്ങൾ പിന്നെയും വാങ്ങിയിട്ടാണ് ഇപ്പാനും ഇമ്മാനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് മുബഷിർ ബലൂണൊക്കെ പൊട്ടിക്കണം, ഒന്നെങ്കിലും പൊട്ടിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്നിട്ട് ഓൻ അതും പൊട്ടിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി താഴെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബുസ്താനം ഘടന വരുന്നത് കണ്ടു, കുഞ്ഞാറ്റൊക്കെ എന്തോ കേക്ക് എന്തോ ആണെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പം അവളെ കണ്ടതിന് ശേഷം ഇപ്പം ആ ബില്ലിങ് സെക്ഷൻ്റെ അവിടെ പോയി കേട്ടപ്പോൾ ഞാൻ വലിച്ചു കൊണ്ടുപോയി. കാരണം ബില്ല് കൊടുക്കുന്ന 2 കേക്കിനാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം കൺഫ്യൂസ്ഡ് ആവും, മനസ്സിലാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എഴുതി ഇപ്പാനെ ഞാൻ പുറത്താക്കി. പിന്നെ ബുസ്തുവിനെ കണ്ടപ്പോൾ ബുസ്തുവിൻ്റെ അടുത്ത് പോയിട്ട് കുഞ്ഞാറ്റിനോട് ടാറ്റൊക്കെ പറഞ്ഞു, ഇവരോടൊക്കെ വേഗം നടക്കൂടി നമുക്ക് പോകണ്ടേ സെറ്റാക്കണ്ടേതൊക്കെ. അങ്ങനെ പുസ്തുവിനോടും കുഞ്ഞാറ്റിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ കോട്ടക്കൊക്കെ പോയിട്ടോ. ഇപ്പാനും മാനും കേക്ക് കട്ട് ചെയ്യാനും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും ഉണ്ടല്ലോ, അവരോട് ഫുഡ് കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ പാലത്തിലുള്ള ടൈറ്റർ ആൻഡ് ടോസ്റ്റഡ് എന്നുള്ള കഫേക്കാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കേക്ക് കട്ട് ചെയ്തിട്ടാണ് കോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് രണ്ടാക്കും പനിയൊക്കെ ഉണ്ടായതുകൊണ്ട് അവരെ കാറ് കയറ്റിയിട്ട് ഞാൻ ബൈക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ ഇല്ലാത്ത വലിയ ഭാഗ്യം, അല്ലെങ്കിൽ എനിക്കും പണി കിട്ടിയേനെ. ജലദോഷം വരാൻ ചെറിയൊരു മഴ കൊണ്ടാൽ മതി. പിന്നെ അതാ ഞങ്ങൾ പാലത്ര ഇവിടെ എത്തി, കഫേയിൽ എത്തിയതിന് ശേഷം നമ്മള് മേലേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാൻ നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അവിടെ അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ 2-3 പേര് സംസാരിച്ചിരിക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവരും അവർക്കും നമ്മൾ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കേക്ക് വയറ് മറിച്ച് കഴിച്ചുകൊണ്ട് ചെറിയൊരു കേക്കാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ വയറ്റൊക്കെ പോകില്ല, പിന്നെ ഫുഡ് കഴിക്കാനല്ലേ പോകണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇപ്പാനും ഇമ്മാനൊക്കെ അവിടെ കയറ്റിയിരുത്തി സെറ്റാക്കി. നിയാസാക്കാനോട് കാർന്ന് കേക്ക് എടുത്തോണ്ടാൻ പറഞ്ഞപ്പോൾ വരുന്ന അവസ്ഥയാണിത്. ഓന്റെ വരവുണ്ടാ ഓലെ കാണുന്ന വിചാരിച്ചാണ് ഞാൻ എന്താ ടീ ഓനെ മറിഞ്ഞു നിന്ന് ഇപ്പൊ കാണണ്ടല്ലോ വിചാരിച്ചാണ്. ഓനക്കറിയാതെ ഞാൻ ചാനലിലിടുന്നു, അതുകൊണ്ട് നമുക്ക് ഹെഡായിട്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കുറെ പ്രാവശ്യം ഞങ്ങൾ ദേഷ്യം പിടിച്ച് കത്തിക്കലും കടലും തന്നെ ഇരുന്നു ഇതിന് പണി. കാരണം കാറ്റെടുക്കുമ്പോൾ കേടും പിന്നെയും കത്തിക്കും, പിന്നെ 2 കൽപ്പിച്ചാണ്ട് കേടാണ് കഷ്ടയാണ് പോയി. മുപ്പത് വർഷത്തെ കാത്തിരിപ്പ് ഞാൻ അപ്പളേ പറഞ്ഞു അളവാ മങ്ങത് ചെയ്താ പറയുന്നത്.
സർപ്രൈസ് കൊടുക്കുമ്പോൾ മുൻകൂട്ടി പറയണം അമ്മാന്റെ വിചാരം. പിന്നെ കേക്ക് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഒരുപാട് ഹെവി ആയി പോകും, ലെങ്തി ആയി പോകും വീഡിയോ. അപ്പൊ ഉമ്മക്ക് നല്ല കോസ്റ്റ്യൂമിലൊന്നും വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ ഇതാ ഇവിടുന്ന് ഇറങ്ങിയാണ്ട് നേരെ കാരവൻസിക്കാണ് പോയത്. ഞാൻ 1000 വട്ടം ഇവരോട് കാരവൻസ്ക്ക് പോണ്ടാന്ന് പറഞ്ഞു, കാരണം അവിടെ ഡിലേ ആയിരിക്കും. കാരണം ഒന്നാമത് സൺഡേ ആണ്, രണ്ടാമത്തെ കാര്യം എന്താണ് ഭയങ്കര എപ്പോഴും അവിടെ തിരക്കാണ്, അത് നമുക്കറിയാം. പിന്നെ ആ ടൈമിങ്ങും അങ്ങനത്തെ ഒരു ടൈമാണല്ലോ, അതുകൊണ്ട് പോണ്ടാന്ന് ഞാൻ പറഞ്ഞു. എന്റെ വാക്ക് കേൾക്കാതെ അവരെന്നെ വിളിച്ചു കൊണ്ടുപോയി. ആയിക്കോട്ടെ പോകാനായിട്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന്. കാരണം നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കി തന്നാലും ഫുഡ് എത്താനും കുറച്ച് സമയം എടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പോയി. പിന്നെ കാരണം അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഇരുന്നിട്ട് എണീറ്റ് പോരേണ്ട ഒരു അവസ്ഥ വന്ന്, അത്രക്കും തിരക്കാണ് അവിടെ. നമുക്ക് സമയം എടുക്കും, ഒരുപാട് സമയം എടുക്കും. പിറ്റേ ദിവസം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അൽഫറൂജി പോയിട്ടാ, അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ളത് തീർക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു നമുക്ക് അൽഫറൂജി പോകണല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചെന്നപ്പോഴും തിരക്കന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ടീം ഫുഡ് കഴിച്ച് എണീക്കണം. ഞങ്ങൾ 13 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള സെറ്റപ്പും വേണമല്ലോ, പലയിടത്തും ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഈ ഫുട്ടി വേഗം അഞ്ചിന്റെ പിന്നാലെ കൂട്ടുപിടിക്കും കേട്ടോ. ഓളെ ഭയങ്കര കാര്യമാണ്, അതുകൊണ്ട് ഓളെ കൂടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ പലരും പലതാണ് ഓർഡർ ചെയ്തത്. ഞാൻ മന്തി കേട്ടോ, അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. കുറേ ദിവസം മന്തി കഴിച്ചത്, മന്തി കഴിക്കാനൊരാഗ്രഹം. പിന്നെ ഓരോരുത്തർ ഓരോന്നാണ്, ഞാൻ വിഭവങ്ങളെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. ഓരോരുത്തർ ഓരോ ഇഷ്ടത്തിനാണ്. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഹെവി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ എടുക്കാത്തത്. ഒന്നാമത് വിശപ്പിന്റെ ആക്രമണം മൂലം നമുക്ക് വിശന്നാൽ നമ്മളല്ലാതാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കഴിക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ഫുഡ് കൊണ്ടുവെക്കണം മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ വേഗം കഴിക്കാൻ നോക്കി, കാരണം വർക്ക് ചെയ്യുമ്പോൾ നല്ല പൈപ്പുണ്ട്. കേക്ക് എന്നിട്ടൊന്നും ആയില്ല, ഞാൻ ചെറിയൊരു പീസ് മാത്രം കഴിച്ചിട്ടുള്ളൂ. മധുരം ഒന്നാമത് വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.